കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചതിന്റെ കാരണം എന്താണ്? 2026 ജനുവരി 14-നായിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. അന്ന് കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് രാജി എന്നായിരുന്നു വിശദീകരണമെങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്നത് ലൈംഗിക ആരോപണത്തെ തുടർന്നുള്ള രാജി എന്ന വിവരങ്ങളാണ്. ബിനാലെ ഫൗണ്ടേഷനിൽ ബോസ് കൃഷ്ണമാചാരിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് പരാതി നൽകിയത്. 2025 ഡിസംബർ 28-ന് നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് പരാതി. ജോലിയുടെ ഭാഗമെന്ന് വിശ്വസിപ്പിച്ച് ഫോർട്ട് കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തിയെന്നും അവിടെ വെച്ച് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും മോശമായ രീതിയിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം ഈ ബിനാലയുടെ തൊട്ട് പിന്നാലെയാണ് ബോസ് കൃഷ്ണമാചാരി ബിനാലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സ്ഥാനമൊഴിഞ്ഞത്. അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, ആ രാജിക്കത്തിൽ പറഞ്ഞിരുന്ന കാര്യം, ചില കുടുംബപരമായ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് സ്ഥാനമൊഴിയുന്നു എന്നാണ്. പക്ഷേ ഈ സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 2 മാസങ്ങൾ പിന്നിടുമ്പോൾ യഥാർത്ഥ ചില വസ്തുതകൾ പുറത്തു വരുന്നു. രാജിക്ക് കാരണം കുടുംബപരമായ പ്രശ്നമല്ല, ലൈംഗിക ആരോപണമാണ്. അതും ബിനാലയിൽ ജോലി ചെയ്തിരുന്ന, അവിടെ സൂപ്പർവൈസറായിരുന്ന, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവതിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ രാജി? ഇക്കാര്യത്തിൽ ബിനാലെ അധികൃതർ എന്താണ് വിശദീകരിക്കുന്നത്? ടോം, 2025 ഡിസംബർ 28-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് പരാതി നൽകുന്നു ഈ പെൺകുട്ടി, അതായത് ബിനാലയിൽ ഈ ബോസ് കൃഷ്ണമാചാരിയെ അസിസ്റ്റ് ചെയ്തിരുന്ന പെൺകുട്ടിയാണ്. അവർ അതേ ഇതിൽ തന്നെ ജീവനക്കാരിയായി തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം ഉയരുന്നത് തന്നെ വലിയ ക്രമക്കേട് തന്നെയാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും പോഷൻ നിയമപ്രകാരമാണ് ഇതിൽ അധികൃതർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. അധികൃതർ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സ്ഥിരീകരണം നടത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, ബിനാലെ അധ്യക്ഷൻ ചെയർമാൻ വി വേണു നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ പോഷൻ നിയമപ്രകാരം ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെ പ്രത്യേകിച്ചും ഒരേ സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമ ആരോപണം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, പരാതിക്കാരിയും അല്ലെങ്കിൽ ആർക്കെതിരെയാണോ പരാതി അവരും തമ്മിൽ സമ്പർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്ന് തന്നെയാണ് പോഷൻ നിയമം സൂചിപ്പിക്കുന്നത്. പോഷൻ നിയമത്തിന്റെ 2N വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്, പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളതുമാണ്, നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുള്ളതും. ബിനാലെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് കൃഷ്ണമാചാരിയെ മാറ്റി നിർത്തുന്ന, പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വന്നത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് തന്റെ കുടുംബപരമായ ചില കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നു എന്നായിരുന്നു. പക്ഷേ പരാതിയുടെ കോപ്പി അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതിയിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഇദ്ദേഹം ബോസ് കൃഷ്ണമാചാരി താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് തന്നെ വിളിപ്പിക്കുന്നു. അതും സഹപ്രവർത്തകരുണ്ട് എന്നുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കിയ ശേഷമാണ് കൃഷ്ണമാചാരി അത്തരത്തിലൊരു ക്ഷണം അവിടേക്ക് നടത്തിയത്. ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഈ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്ന പെൺകുട്ടി അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ബോസ് കൃഷ്ണമാചാരി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് തനിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു എന്ന് തുടർന്നുള്ള സംഭവങ്ങളാണ് തന്നെ വ്യക്തമാകുന്നത്. അങ്ങനെ ആയിരുന്നു, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് തനിക്ക് വ്യക്തമായത് തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടി കത്തിൽ പറയുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഇവരോട് ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശരീരത്തിൽ തൊട്ട് ഉപദ്രവിക്കുന്ന തരത്തിലേക്കും അവരെ ബലമായി ഹഗ് ചെയ്യുന്ന തരത്തിലേക്കുമൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമെന്ന് പെൺകുട്ടി പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ പരാതിക്ക് ശേഷം ഇതിൻ്റെ ICC ഇന്റേണൽ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളും അന്വേഷണങ്ങളും നടത്തിയിരുന്നു. ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ICയുടെ മുന്നിൽ വന്നിട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബിനാലെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ബോസ് കൃഷ്ണമാചാരിക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. അതേസമയം പോലീസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതിയൊന്നും ജീവനക്കാരി നൽകിയിട്ടില്ല. ജനുവരിയിലാണ് ഇദ്ദേഹം ബിനാലയിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്.
യെസ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബിനാലെ ഫൗണ്ടേഷൻ വിശദീകരണം നൽകുന്നുണ്ട്, ചില സ്ഥിരീകരണം നടത്തുന്നുണ്ട്. ഈ ബോസ് കൃഷ്ണമാചാരി രാജിവെക്കാനുള്ള കാരണം ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ലൈംഗികാരോപണം ഉണ്ടായിട്ടുണ്ടെന്നും അതും രാജിക്ക് കാരണമായെന്നും ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ വി വേണു ന്യൂസ് 18 പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ ICC അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അതിലെ തുടങ്ങിയിട്ടുണ്ട്. ICC ആണല്ലോ പരാതി പോയത്. ICCയുടെ പരാതിയാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത്. അതെ, ഓക്കെ. ഞാൻ ആ കുട്ടിയുടെ പരാതിയുടെ ഒരു കോപ്പിയാണ് എന്റെ കയ്യിൽ കിട്ടിയത്. അതെ അതെ, അതാണ്, അത് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസിന് കംപ്ലൈന്റോ അങ്ങനെ വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഞങ്ങളുടെ അറിവിലില്ല. പോലീസിന് കംപ്ലൈന്റ് ഒന്നും പോയിട്ടില്ല. ICC നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ നമുക്കിപ്പം ഈ സ്റ്റേജിൽ പറയാൻ പാടുള്ളൂ. മറ്റതൊക്കെ കോൺഫിഡൻഷ്യൽ കാര്യമല്ലേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പോഷ് നിയമപ്രകാരം ആയിരിക്കുമല്ലോ, എന്തായാലും സ്വാഭാവികമായിട്ട് പോഷ് പ്രകാരം ആയിരിക്കുമല്ലോ കേസ് എടുത്തിട്ടുണ്ടാവും. ICCക്കാണ് പരാതി. പോഷ് ആക്ടിന്റെ കീഴിലുള്ള ICCക്കാണ് പരാതി പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പോഷ് ആക്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് പരാതി ലഭിച്ചാൽ വർക്ക് പ്ലേസിൽ നിന്നും അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവാൻ പാടില്ല, അതിന്റെ സാഹചര്യം വരാൻ പാടില്ല എന്നുള്ളത് ആക്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം റിസൈൻ ചെയ്തത്. ആജ്ഞ നമുക്കറിയാം, ഈ 2012 കൊച്ചി ബിനാലെ ആരംഭിക്കുന്നത്. അന്ന് റിയാസ് കോമുവും ബോസ് കൃഷ്ണമാചാരിയും ഒന്നിച്ച് കേരളത്തിൻ്റെ കലയെയും സംസ്കാരത്തെയും ഒക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി വലിയൊരു പരിപാടിയായിട്ടാണ് ബിനാലെ അവതരിപ്പിക്കുന്നത്. ഈ കൊച്ചി ബിനാലയുടെ വളർച്ചയിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇരുവരും നടത്തിയ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമാണ്. പക്ഷെ നമുക്കറിയാം, ഈ 2018 റിയാസ് കോമുവും സമാനമായ രീതിയിൽ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സ്ഥാനമൊഴിഞ്ഞത്. ഇപ്പോൾ അതേ വഴിയിൽ തന്നെ ബോസ് കൃഷ്ണമാചാരിയും പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ ഒരു മാതൃകാപരമായ കാര്യം മറ്റൊന്നുമല്ല. ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അപ്പോൾ തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, രാജിക്ക് കളമൊരുക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ സ്വാധീനമുള്ളവരാണ്, വലിയ രാഷ്ട്രീയ സ്വാധീനം മുതൽ ഇതുപോലുള്ള വലിയ ചുമതലകൾ നിൽക്കുന്നവരെയൊക്കെ സാധാരണ സംരക്ഷിക്കുന്ന സമീപനമാണ് ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കാറുള്ളതെങ്കിൽ ഇവിടെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് കേസോ അന്വേഷണമോ പോലീസ് പരാതികളോ ഒന്നുമില്ലാതെ തന്നെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മറ്റ് പോലീസ് നടപടിയോ മറ്റോ ഉണ്ടോ? അതായത് ഈ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള, അതായത് പോലീസിലേക്ക് പരാതി നിലവിൽ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നതെന്നാണ് അദ്ദേഹം വേണു നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ബിനാലെയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ തരത്തിലുള്ള കൂടിച്ചേരലുകളിലൊക്കെയാണ് ഇത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടി ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വന്ന സാഹചര്യം വെളിപ്പെടുത്തുന്നതും. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ റിയാസ് കോമു ഇത്തരത്തിൽ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രാജിവെക്കുന്നത്. അതേസമയം ബോസ് കൃഷ്ണമാചാരി ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ച് കണ്ടത് ഇങ്ങനെയാണ്: ഇത് തൻ്റെ വളർച്ചയ്ക്കെതിരെ അതിൽ അസൂയയുള്ള ചില ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. അത് തനിക്ക് ആരാണെന്ന് അറിയാം, പക്ഷേ അത് തന്നെ ഈ അതായത് മുസ്ലിസ് ബിനാലെയുമായി ഉണ്ടാക്കിയിട്ടുള്ള അതിൽ ഉണ്ടാക്കിയിട്ടുള്ള തൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അതിൽ അസൂയ പൂണ്ട ശേഷമാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്കും ഇത്തരത്തിൽ തന്നെ തകർക്കുന്ന തരത്തിലേക്കും നീങ്ങിയത് എന്നുള്ളതാണ് ബോസ് കൃഷ്ണമാചാരിയുടെ പ്രതികരണവും അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഈ പറഞ്ഞതുപോലെ ടോം സൂചിപ്പിച്ചതുപോലെ FIR-മായി ബന്ധപ്പെട്ടുള്ള അല്ലെ പോലീസ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒന്നും മുന്നോട്ട്, അതായത് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതികൾ എത്തുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ബിനാലെ ചെയർമാൻ വി വേണു നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു
ലൈംഗിക അതിക്രമ പരാതി ലഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെ അതിന് ഇന്റേണൽ കമ്മിറ്റി അന്വേഷിക്കുകയും അതിൽ അടിയന്തരമായി നടപടി ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ചും ഇതിന്റെ സ്ഥാപക ലീഡർമാരിൽ ഒരാളായിട്ടുള്ള ബോസ് കൃഷ്ണമാചാരിക്കെതിരെ വലിയൊരു പരാതി വരുമ്പോൾ അതിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അത്തരം പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളും അത് അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാലും ഇനി പറഞ്ഞതുപോലെ നേരത്തെ അദ്ദേഹം കുടുംബ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബിനാലയിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ICC മാറ്റി നിർത്തുകയായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന, അതായത് ഈ പരാതിക്കാരിയുടെ ലെറ്ററിന്റെ കോപ്പി അടക്കം നമുക്ക് പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യത്തിലും അത് ഈ ബിനാലയുടെ അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വ്യക്തമാണ് ഏത് സാഹചര്യത്തിലാണ് ബോസ് കൃഷ്ണമാചാരി ബിനാലയിൽ നിന്നും പുറത്തായത് എന്ന്. ടോം, യെസ്, അതാണ് ഇവിടെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ സ്ത്രീകൾക്ക് സ്വന്തം തൊഴിലിടത്ത് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്നത് മറ്റൊരു വിഷയം തന്നെയാണ്, ഗൗരവമേറിയ വിഷയം തന്നെയാണ്. IFFK-യിൽ ഈ സമീപ നാളുകളിൽ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം, ഇപ്പോൾ കൊച്ചി ബിനാലയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇദ്ദേഹത്തിന് മുൻപ് റിയാസ് കോമു മാത്രമല്ല, ഈ വർഷം ഇവിടെ ഈ IFFK ബിനാലയിൽ പങ്കെടുത്ത ഒരു കലാകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായ പരാതിയും ഏറെ വാർത്തയായതാണ്. മുംബൈ സ്വദേശിക്കെതിരായിരുന്നു പരാതി ഉയർന്നു വന്നത്. ഈ സ്വന്തം തൊഴിലെടുത്ത് പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല. നമുക്കറിയാം, ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾക്കൊപ്പം തന്നെ ഇതുപോലുള്ള കലാമേഖലകളിൽ, സാംസ്കാരിക മേഖലകളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ? അത്തരം ഒരു ഈ ഇന്റേണൽ സ്ക്രീനിങ് കമ്മിറ്റിക്ക് അപ്പുറം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പരാതി സംവിധാനങ്ങൾക്കപ്പുറം ശക്തമായ നിയമ സംവിധാനങ്ങളും ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ചും ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും തൊഴിലിടത്തിലെ സുരക്ഷിതത്വം കൂടുതൽ അതിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും അത് മാറ്റമുണ്ട്. പഴയ കുറച്ചൊരു 5 year ബാക്ക് അപ്പോഴത്തെ ഒരു വർക്കിംഗ് സിറ്റുവേഷൻ അല്ല, അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ നിലവിലുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും ഇത്തരം പരാതികൾ വരുമ്പോൾ ആ പരാതിയുടെ ആശങ്ക പരിഹരിക്കാൻ അതിനുള്ള ഇന്റേണൽ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ടോ, അതല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളുകളാണോ ഈ IC-യിൽ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബിനാലയിലുണ്ടായിരുന്ന പരാതി, മുംബൈ സ്വദേശിനിയായ കലാകാരി നൽകിയിരുന്ന പരാതി, അത്തരത്തിൽ IFFK-യിൽ ഉണ്ടായ പരാതി, ഇത്തരം അതായത് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്നു. അത് ഇത്രയും സാംസ്കാരികപരമായിട്ടുള്ള പശ്ചാത്തലത്തിലായാലും അതല്ലെങ്കിൽ കുറെ കൂടി ഫോർവേഡ് ആയുള്ള ആളുകൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള മൂല്യച്യുതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഇത് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് വേണം പറയാൻ. അത് ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീയെ ശരിക്കും ലൈംഗിക അതിക്രമം നടത്തുന്ന തരത്തിലുള്ള മാനസികാവസ്ഥ, അതല്ലെങ്കിൽ അവരുടെ ഈ ജൂനിയോറിറ്റി കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ അവരെ സ്വാധീനിക്കാം, തനിക്ക് ഈ തരത്തിൽ താൻ കുറച്ചുകൂടി തലപ്പത്തിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്ന തരത്തിലുള്ള അത്തരം പ്രവണതകളൊക്കെ ഏറെയാണ്. അതിനെതിരെ ഈ ശക്തമായിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റി വരണം. ഇന്റേണൽ കമ്മിറ്റി കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ പരാതിയിൽ തന്നെ പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പുറത്തെത്തിയിട്ടില്ല. കൃഷ്ണമാചാരിയെ അവിടെ നിന്നും മാറ്റണമെന്നാണ് പ്രധാനമായും പരാതിക്കാരി ഈ കത്തിലൂടെ അധികൃതർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലേക്ക് വരുന്നുണ്ടോ, അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ, അത്തരം കാര്യങ്ങളിലേക്ക് അത് നിയമ സംവിധാനത്തിന്റെ ഒരു കാഴ്ച പരിധിയിലേക്ക് ഇത് എത്തുന്നുണ്ടോ, ഈ റഡാറിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിക്കേണ്ടത്. അത് അതോറിറ്റി തന്നെ വളരെ കൃത്യമായി ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകാത്ത അതോറിറ്റി
അതോറിറ്റികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും ഇത്തരം നിരവധി പരാതികൾ ഉയർന്നു വന്നതാണ്. സിനിമാ സെറ്റുകളിലെ ICയുടെ ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നപ്പോഴും അത് എവിടെ വരെ എത്തി എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും വർക്ക് സ്പേസിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയും തൊഴിൽ പരമായിട്ടുള്ള സംരക്ഷണവും അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള സംരക്ഷണവും ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് ഈ പറയുന്ന അതോറിറ്റിക്ക് അതിൽ നിക്ഷിപ്തമാണ്. അത് ഉറപ്പുവരുന്നുണ്ടോ? അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പരാതി ഉള്ളപ്പോൾ, തനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ള പരാതി ഉണ്ടാകുമ്പോൾ അതിന് ആ സ്ത്രീയുടെ പരാതിയെ അല്ലെങ്കിൽ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പരാതി ICCക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്തരം ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ ഈ പക്ഷപാതരഹിതമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി കൊണ്ട് മാത്രം അവസാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പരാതികൾ മാറുന്നുണ്ടോ? അതല്ലെങ്കിൽ ഈ പരാതിക്കാരിയെയും ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചത് അയാൾക്കും അവരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത്തരം പരാതികൾ അവസാനിച്ചു പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഈ ബിനാലെയുമായി ബന്ധപ്പെട്ട് ശ്രീ വി വേണു പറഞ്ഞതുപോലെ ഇത് ഈ പോഷിന്റെ ICCക്കാണ് ഈ പരാതി എത്തിയിട്ടുള്ളത്. അതിന് കൃത്യമായി അതിൽ നൽകാവുന്ന പരിഗണനയോടുകൂടി ആ പരാതി അവർ പരിഹരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരുടെ പരിധിയിൽ നിന്നിട്ട് ആ പരാതി എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യം അവരത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പക്ഷേ അവിടെ നിന്നും പരാതിക്കാരെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ, അതല്ലെങ്കിൽ ഈ ബോസ് കൃഷ്ണമാചാരിയുടെ രാജി മാത്രമാണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതും ബോസ് കൃഷ്ണമാചാരിയുടെ പ്രതികരണം അങ്ങനെയാണ്, തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക, അതല്ലെങ്കിൽ താൻ ഈ ബിനാലെയുമായി ബന്ധപ്പെട്ട് താൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇടം തനിക്ക് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു ആരോപണം മാത്രമാണ് എന്ന് തന്നെയാണ്. അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരോപണമാണോ എന്നുള്ള കാര്യങ്ങളും ബാക്കിയുണ്ട്. കാരണം ഇത്തരം പരാതികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന എന്തായാലും ഇതിന്റെ വസ്തുത എന്താണെന്ന് പുറത്തു വരണം. ഈ പരാതിക്കാരി പോലീസിൽ പരാതി നൽകുമോ, മറ്റു തുടർ നടപടികൾ ഉണ്ടാകുമോ, ഇതും അറിയേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.